വെയിലിരിക്കുന്ന സമയത്ത് ഡസ്റ്റ് ഇരിക്കും, മഴ ഇരിക്കുന്ന സമയത്ത് ഈർപ്പം ഇരിക്കും. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഈ ഫംഗസ്, വാട്ടർ ഡാമേജ് ഒക്കെ വരുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന MSIയുടെ ഒരു ഗെയിമിംഗ് സീരീസ് ലാപ്ടോപ്പ് ആണ്. അപ്പൊ 9th ജൻ ലാപ്ടോപ്പ് ആണ്. അതിന്റെ കംപ്ലൈൻസ് എന്താണെന്നാണ് കസ്റ്റമർ പറയുന്നത്. കംപ്ലൈൻസ് നിങ്ങൾ ജനറൽ സർവീസിന് വേണ്ടി വന്നതാണ്. കീബോർഡിന്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് വാട്ടർ ഡാമേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കസ്റ്റമർ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനിയും കൂടുതൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സർവീസ് ചെയ്യുന്നതാണെങ്കിൽ. അപ്പൊ നമുക്കിവിടെ ധാരാളം ഗെയിമിംഗ് സീരീസ് ലാപ്ടോപ്പുകൾ വരുന്നുണ്ട്. ലാപ്ടോപ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഫംഗസ്, വാട്ടർ ഡാമേജ്, അതേമാതിരി തന്നെ ഇതിന്റെ ഫാനിന്റെ വിൻഡോ ഇതൊക്കെ അടഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് സർവീസ് സെന്ററിൽ കാണിച്ചാലും കുഴപ്പമില്ല. ഇതെങ്ങനെ വെച്ചാൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന നല്ല വൃത്തിയായിട്ട് ക്ലീനിങ്, ഇതിന്റെ പേടൊക്കെ ഇടാൻ പറ്റുന്ന നല്ല സർവീസ് സെന്ററുമായിട്ട് നിങ്ങൾ കാണിച്ചിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 3 വർഷം, മിനിമം ഒരു 3 വർഷം, അഥവാ ഒരു കമ്പനി തരുന്ന ലാപ്ടോപ്പിന്റെ മാനുഫാക്ചർ ലാസ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 3 വർഷമാണ്. ആ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ കമ്പനി തന്നെ വാറണ്ടി ഗ്യാരണ്ടി ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 3 വർഷം കഴിഞ്ഞാലുടൻ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഇത് ഈ ജനറൽ സർവീസ് നിങ്ങൾ കൂളായിട്ട് ചെയ്യിപ്പിക്കുക. കാരണം ഇതിന്റെ കൂളന്റ് ഇടണം, അതേമാതിരി തന്നെ ഇതിന്റെ തെർമൽ പേസ്റ്റ് കാര്യങ്ങൾ, ജനറൽ സർവീസ് അഥവാ ഡസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവും. ഈ ഡസ്റ്റ് ഇരുന്നാലാണ് എന്താ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ, നമ്മൾ കേരള ക്ലൈമറ്റിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ കേരള ക്ലൈമറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ 6 മാസം വെയിൽ, 6 മാസം മഴയുള്ളത്. വെയിലിരിക്കുന്ന സമയത്ത് ഡസ്റ്റ് ഇരിക്കും, മഴ ഇരിക്കുന്ന സമയത്ത് ഈർപ്പം ഇരിക്കും. ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഈ ഫംഗസ്, വാട്ടർ ഡാമേജ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ ഫംഗസ് വന്നിരുന്നെങ്കിൽ അവിടെ ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഐസിസ് ദ്രവിക്കും. സർവീസിന്റെ ടെക്നീഷ്യർക്ക് തന്നെ അത് ചെയ്യാനും കഴിയാത്തൊരവസ്ഥ വിശേഷമാണ് ചില സമയത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിർബന്ധമായിട്ടും സർവീസിന് കൊടുത്തിട്ട് സർവീസ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം പറഞ്ഞ കമ്പനി പറഞ്ഞ സാധനം നമുക്കൊരു 7 വർഷം 8 വർഷം കിട്ടുകയാണ്. ഇതിന്റെ ലൈഫിനെ മൊത്തത്തിൽ കൂടി കിട്ടുക ചെയ്യാം. പിന്നെ ഈ പറയുന്ന മാതിരി കീബോർഡ് ആയാലും ഡിസ്പ്ലേ ആയാലും ഇതിൽ എന്ത് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിലും ഒക്കെ ഒരു റീഫർബാണ് മൊത്തത്തിൽ നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യം നിങ്ങളെ നിർബന്ധിക്കുകയാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും നല്ല സർവീസ് സെന്റർ, അതല്ലെങ്കിൽ നല്ല ടെക്നീഷ്യൻ അവരുമായിട്ട് കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കുക. അപ്പം നമുക്ക് ലാപ്ടോപ്പിന്റെ ലൈഫ് നമുക്ക് കൂട്ടാനും കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ലാപ്ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതിൽ ബോഡിയുടെ ഈ സൈഡ് ഭാഗം ഫുള്ളായിട്ട് ചെറിയ രീതിയിൽ ഡസ്റ്റാണ് കാണുന്നത്. അപ്പം ആ ഡസ്റ്റൊക്കെ നമ്മൾ നന്നായിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വിടുക ചെയ്യുക. പിന്നെ ഈ USB-യുടെ ഭാഗത്ത്, അതേമാതിരി തന്നെ ഫാൻ്റെ സൈഡിലൊക്കെ കുളലിൻ്റെ ഭാഗത്തൊക്കെ ഫംഗസ് അവിടെ കുറേ കാലം ഇരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ, കോപ്പറാണ്. കോപ്പർ എന്ത് ചെയ്യും, ക്ലാവ് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട്. ഹോൾസ് വീണാൽ എന്താ സംഭവിക്കുക എന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂളൻ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. കൂളൻ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോസർ, ഗ്രാഫിക്സ് കാർഡ് അതിന് കൂളിംഗ് കിട്ടാതിരിക്കുന്ന സമയത്ത് അത് കംപ്ലൈൻറ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. ഈ തെർമൽ പേഡ് കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ തെർമൽ പേഡിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, തിക്നെസ് ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് റീപ്ലേസ് നമ്മൾ ചെയ്യുക. തെർമൽ പേഡിൻ്റെ അടിയിൽ ഭാഗത്ത് വരുന്ന ആ സ്റ്റിക്കർ നിർബന്ധമായിട്ടും നമ്മൾ റിമൂവ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹീറ്റ് കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.